ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ടാണ്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി എന്താ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇലക്ട്രിക് ഓവൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ, അതുപോലെ അത് വെച്ച് നമ്മളൊരു കിട്ടുന്ന പബ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പബ്സിൻ്റെ ഹാലെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി എഗ് പബ്സാണ്. എല്ലാവർക്കും പബ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. നാട്ടിലാകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പബ്സ് കഴിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വല്ലപ്പോഴും മാത്രമേ കഴിക്കാറുള്ളൂ. കാരണം നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിതാ ഉണ്ടാക്കാൻ പോകുന്നത് പപ്സാണ്. അതിൻ്റെ ആ ഒരു മസാലയാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പപ്സ് ഉണ്ടാക്കുന്നത്, അതും ഓവനിൽ. അപ്പോൾ സക്സസ് ആവുമോ എന്താണെന്നൊന്നും അറിയില്ല. ഫ്ലോപ്പ് ആയാലും ഞാൻ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പപ്സിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും അറിയുന്ന പോലത്തെ ആ ഒരു രീതിയിൽ എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാര്യവും അറിയില്ലെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താലും മാത്രമേ നമുക്ക് സക്സസ് ആവുള്ളൂ. നമ്മളെല്ലാ കാര്യവും പഠിച്ചു വരുന്നത് കുഞ്ഞുനാളിലേ പഠിച്ചു വരുന്നതല്ലല്ലോ. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാനിതാ പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2-3 ബോൾ ബാക്കിയുണ്ടായി. അപ്പോൾ ആ ബോൾ വെച്ചിട്ട് ഞാൻ വെറുതെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഹണിയൊക്കെ സ്പ്രെഡ് ആക്കിയിട്ട് വെറുതെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച പപ്സിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓവൺ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നത്. സക്സസ് ആവുമോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിത് ഈ ഒരു ഓവണ് അൺബോക്സ് ചെയ്യാം. ഇത് 25 ലിറ്ററിൻ്റെ ഐക്കോൺ ഇലക്ട്രിക് ഓവണാണ്. അത്യാവശ്യം ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവണാണിത്. ഇതിൽ ബേക്ക് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം, അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് പറ്റും. അതുപോലെ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് 25 ലിറ്ററിൻ്റെതാണ്. അപ്പോൾ ഓരോന്നിനും ഓരോതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസാണ്, എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബുക്ക്ലെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. എന്തായാലും എന്നെപ്പോലെ ആദ്യമായി ഈ ഓവണൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഓവണിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തായാലും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ ബജറ്റിനനുസരിച്ചുള്ള ഒരു ഇതായിരിക്കും നമ്മൾ വാങ്ങിക്കുക. ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ചത് ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ്. കാരണം നമുക്ക് അത്യാവശ്യം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനും പറ്റണം. അധികം വെയിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് ഈ 25 ലിറ്ററിൻ്റെത് ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഗ്രില്ല് ചെയ്യാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ ബേക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. അതായത് ഈ ക്ലിപ്പ് പോലത്തെ സാധനം നമുക്കിത് ചൂടാകുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനാണ് ഈ ക്ലിപ്പ് പോലത്തെ സാധനം യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. പിന്നെ ഈ താഴെ 2 കമ്പി പോലെ കണ്ട, അത് ആണ് ചൂടായിട്ട് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ സെറ്റായി കിട്ടുന്നത്. അതായത് ബേക്ക് ചെയ്യലും ഗ്രില്ല് ചെയ്യലൊക്കെ പറ്റുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ബേക്കിംഗ് ട്രേ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വെക്കേണ്ടത്. പിന്നെ ഈ ഒരു ബുക്ക്ലെറ്റിൽ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ, ഷവായിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പിയാണ് ഇത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്. 3 ബട്ടൺസാണ് ഉള്ളത്. ഇത് നമുക്ക് ടെമ്പറേച്ചർ, ടൈം ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെടുത്തതിന് ശേഷം ഈ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു തെർമോക്കോളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അത് അതേപോലെ അടച്ചു വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇത് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബോക്സ് അവിടെ തന്നെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബേക്കിംഗ് ട്രേ ഒക്കെ ഇതിലേക്ക് അകത്തേക്ക് വെച്ചിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ആ ഹോള് വരുന്ന ആ ഒരു സംഭവം കണ്ടില്ല, അതാണ് ഫാന്.
പിന്നെ ഈ സംഭവമാണ് കേട്ടോ ഷവായി ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മളിതാ എളുപ്പത്തിലുള്ള ഒരു പോപ്സ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോപ്സിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെ നമുക്കിത് വലിച്ചെടുക്കാനും ഒക്കെ യൂസ് ആയിട്ടുള്ളതാണ് ഈ ഒരു ക്ലിപ്പ്. പിന്നെ ഇതും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇവിടെ വാർണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിരിക്കും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് തൊടാതിരിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു വയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് നമ്മൾ ഓണാക്കിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊന്നും അടുത്തില്ലാതെ നോക്കുക. അതുപോലെ നമ്മളെ കൈയും പൊള്ളാതെയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ താഴെയായിരുന്നു ഇത് വെക്കേണ്ടത്. നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ മുകളിൽ വെച്ചത് കൊണ്ടാണ് തോന്നുന്നു കരിഞ്ഞു പോയിട്ടുള്ളത്. എന്തായാലും സക്സസ് ആയാലും ഫ്ലോപ്പ് ആയാലും ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ്, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ടേസ്റ്റി ആയിരുന്നു കേട്ടോ പോപ്സ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.